ഞാനൊരു കഥ പറയാം. ഒരു ഓഫീസിൽ ഒരു മാനേജറുടെ റൂമിൽ അയാളുടെ ടേബിളിൻ്റെ മേലെ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നും രാവിലെ പോയിട്ട് ഒരു റോസ് പൂവ് കൊണ്ടുവെക്കും. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഇയാളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു റോസ് പൂവായിട്ട് വരും. അത് അയാളുടെ മാനേജർ ടേബിളിൽ കൊണ്ടുവെക്കും. അയാളുടെ ഒരു ഇഷ്ടം. അങ്ങനെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മാനേജർ റൂമിലെത്തി നോക്കിയപ്പോൾ ഈ ടേബിളിലുള്ള പൂവ് കുറച്ച് വാടിയ പൂവാണ്. അപ്പോൾ വെറുതെ തമാശക്ക് ഈ മനുഷ്യൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ മാനേജർ അയാളെ തോള് തട്ടിയിട്ട് പറഞ്ഞു, എന്താണോ മനുഷ്യ, വാടിയ പൂവാണോ ടേബിളിൽ കൊണ്ടുവെക്കൽ എന്ന്. ഇത്ര ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻക്ക് സങ്കടമായി. അയാളെ വിചാരിച്ചു എൻ്റെ മാനേജർ ഇന്നെ ചീത്ത പറഞ്ഞതാണെന്ന്. ഈ സങ്കടത്തിൽ അയാളുടെ സ്ട്രെസ്സ് കയറി അയാളുടെ വർക്കൊക്കെ ഡിസോർഡറായി. വൈകുന്നേരം അയാൾ വീട്ടിൽ പോവുക. എന്നും വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുമ്പോൾ സ്നേഹത്തോടുകൂടി അയാളുടെ ഭാര്യ ഒരു കപ്പ് ചായയിട്ട് വന്നിട്ടാണ് വാതിൽ തുറന്നു കൊടുക്കുക. അന്നും ബെല്ലടിച്ച മനുഷ്യൻക്ക് ചായയിട്ട് വന്നിട്ട് ഭാര്യ വാതിൽ തുറന്നു കൊടുത്തു. ചായ നീട്ടിയപ്പോൾ സ്ട്രെസ്സിൽ വന്ന മനുഷ്യൻ ചായൻ്റെ കപ്പ് ഒറ്റ തട്ട്, ഇയാണ്ട് കൊണ്ടേ കുടിച്ചാൽ മതി എൻ്റെ ചായ എന്ന്. ഈ മനുഷ്യൻക്ക് ദേഷ്യം ഭാര്യനോടാണോ? അല്ല. എന്നും സ്നേഹത്തിൽ ചായ വാങ്ങണ ഭർത്താവ് കപ്പ് തട്ടിയപ്പോൾ ഭാര്യൻ്റെ സ്ട്രെസ്സും കയറി. ഭാര്യ ദേഷ്യം പിടിച്ച് വീടിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഹോംവർക്ക് ചെയ്യാണ്ട്, നിങ്ങൾ പറഞ്ഞു തരണമെന്ന്. എന്നും ഹോംവർക്ക് പറഞ്ഞു കൊടുക്കണം. അമ്മ എന്ത് ചെയ്തു? പുസ്തകം വിളിച്ചോട് അറ്റ കയറി അച്ഛനോട് പോയി ചോദിക്കും, എനിക്കും കഴിവില്ല. അമ്മക്ക് ദേഷ്യം മോളോടാണോ? അല്ല. അമ്മ ദേഷ്യം പിടിച്ചപ്പോൾ മോളെ സ്ട്രെസ്സ് കയറി ഭ്രാന്ത് പിടിച്ച് വീടിൻ്റെ ഉള്ളിൽ നടക്കണ മോളെ കാലിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി വന്നു. ദേഷ്യം പിടിച്ച കുട്ടി പൂച്ചനെ ഒറ്റ ചവിട്ട്, പൂച്ച തെറിച്ച് ചുമരിൽ തലയിടിച്ച് വീണ് ചത്തു. എൻ്റെ ക്വസ്റ്റ്യൻ, ഈ പൂച്ചൻ ആരാ കൊന്നത്? ആരാ കൊന്ന്? മാനേജറാ? അങ്ങനെയാണെങ്കിൽ റോസ് പൂവല്ലേ ഒന്ന്? അല്ലേ? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനു വേണ്ടി ചോദിച്ചൊന്നല്ല. ഇത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ ആരെങ്കിലും ഒരാൾ അയാളുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്തുകണമെങ്കിൽ ആ പൂച്ച അവിടെ ബാക്കിയാവുമായിരുന്നു. ഇത്ര ഉള്ളൂ സ്ട്രെസ്സ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ ഇങ്ങനെ കയ്യിൽ തന്നാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് പിടിക്കാൻ പറ്റുമോ? പറ്റൂലേ? പറ്റുമോ ഇല്ലേ? 1 മിനിറ്റ് കയ്യിൽ പിടിക്കാൻ പറ്റും. 1 മണിക്കൂർ പറ്റുമോ? ചെറിയ ബുദ്ധിമുട്ടാണ്. 1 ദിവസം കംപ്ലീറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുമോ? 2 ദിവസം നടക്കൂല. സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളത് തെറ്റല്ല, അത് കുറേ സമയം കൊണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യണ തെറ്റ്. അപ്പോഴാണ് അത് നമുക്ക് ദോഷം ചെയ്തു തുടങ്ങുന്നത്. അവിടെ നിന്നാണ് മക്കളും മാതാപിതാക്കളും, മാതാപിതാക്കളും മക്കളും, അധ്യാപകരും വിദ്യാർത്ഥികളും, വിദ്യാർത്ഥികളും അധ്യാപകരും ആകെ അടിയാവുന്നത്. നമ്മൾ കുറഞ്ഞു കൊടുക്കാൻ റെഡിയല്ല. ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ റഫ്ലത്ത് മാം സംസാരിച്ചതിനെ അങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ളത്, മക്കൾ ഇവിടെ ഈ സ്കൂളിൽ ടീച്ചേഴ്സ് പേരൻസിനെ കൊണ്ട് സ്വപ്നങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ കൂടുതൽ വന്നിട്ടുള്ള സാധനം എഴുതാത്തവരും നമ്മളൊക്കെ ഉള്ളിലുണ്ടാവല് എന്തൊക്കെ പറഞ്ഞാലും പറയും, കുട്ടി ഉഷാറാവണം. ആണോ? അല്ലേ? കുട്ടി ഉഷാറാവണം, നന്നാവണം. ചില ആൾക്കാർ പറയും ടീച്ചർ ആവണം, ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം. ഇതൊന്നും പറയാത്തവരും പറയില്ല. എന്താ അറിയോ? നല്ല മനുഷ്യനാവണം എന്നാ. ഈ ആഗ്രഹം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതിന് നമ്മൾ വേണ്ടത് ഫസ്റ്റ് നമ്മൾ റോൾ മോഡൽ ആവണം എന്നുള്ളതാണ്. ആർക്കെങ്കിലും സ്വന്തം മക്കളെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ എൻ്റെ പോലെ ആവണമെന്ന്? നിങ്ങൾ പറയണം, നിങ്ങളെ പോലെ ആവണം എന്ന് പറയാൻ പറ്റുമോ? നമ്മളെന്താ പറയില്ല അറിയോ? ഇജയ് ഞാനോ ഇങ്ങനായി, ഇങ്ങനെ ആവരുത്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഇത് അത്ര മോശമുള്ള സാധനം. നല്ല സാധനം കൊടുക്കണം നമ്മൾ. ഒരു വാപ്പ മോനോട് ചോദിച്ചു, മോനെ എനിക്ക് ആരാവാൻ ആഗ്രഹം? മോൻ ഭയങ്കര സുന്ദരമായിട്ട് പറഞ്ഞു, എനിക്ക് വാപ്പാൻ്റെ മാതിരി ആയാൽ മതി. ഒരു വടി എടുത്തിട്ട് നിർത്താതെ അടിക്കാണ് മോനെ. അതിൽ അമ്മ വന്ന് കൈ പിടിച്ചു വെച്ചു, നിങ്ങളെ പോലെ ആവണമെന്ന് പറഞ്ഞു, എന്തിനാ നിങ്ങൾ അയന്നെ അടിക്കണേ? അതിൽ വാപ്പ പറയാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോലായത്. ഞാൻ ആവണമെന്ന് വിചാരിച്ചാൽ ഓൻ്റെ കോല എന്താവുന്നു? ഇതാണ് നമ്മൾ കമൻറ്റ്. നമ്മളെ പറ്റിയിട്ട് നമുക്ക് വാല്യൂ ഇല്ല. പിന്നെ അത് തിരിച്ചറിഞ്ഞ കുട്ടികൾ എങ്ങനെ നല്ല മനുഷ്യനാവും? എന്നെപ്പോലെ ആവണം എന്ന് ധൈര്യത്തിൽ പറയാം. എന്നെപ്പോലെ ആവണം എന്ന് പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം ആവണം എന്നല്ല, ആണോ? സ്വഭാവമാണ്. വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടാത്തൊരു സാധനമുണ്ട്, ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അതാണ് വീട്ടിൽ നിന്ന് കിട്ടേണ്ടത്. അത് കിട്ടിയ കുട്ടി ഭയങ്കര സംഭവമാവും. എല്ലാവരുടെ കയ്യിലും പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പേപ്പർ എനിക്ക് ഓക്കെ. എനിക്ക് ബാക്കി പറയണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു സാധനം ചെയ്യിപ്പിക്കണം. എഴുതാനില്ല, പേടിക്കണ്ട. പരീക്ഷ അല്ല, പേപ്പർ ഒന്ന് പൊക്കി പിടിച്ചാണ്.
ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ പറയണ പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ അല്ലേ? ഞാൻ കിട്ടിയിട്ടില്ലേ? ഒരു പേപ്പർ കൊടുക്കി. നിങ്ങൾ എല്ലാവരും കയറിക്കോളി, ആ താത്തി പിടിച്ചോളി. ശ്രദ്ധിക്കുക, ഞാൻ പറയണ പോലെ ചെയ്യുക. ഒരു കാര്യമുണ്ട്, കുട്ടികളോട് പറഞ്ഞ പോലെ അടുത്തുള്ള ആളത് നോക്കി കോപ്പി അടിച്ചിട്ട് രണ്ടാളത് കൂടി തെറ്റിക്കരുത്. നിങ്ങളത് സ്വന്തം തെറ്റിച്ചാൽ മതി. പിന്നെ ഞാൻ അത്യാവശ്യമുള്ളവർക്ക് ഞാൻ ചെയ്യണ നോക്കി ചെയ്യുക, പക്ഷെ അവസാനം ഞാനാണ് പേപ്പിച്ചതെന്ന് പറയരുത്. റെഡി അല്ല? ഓക്കെ, ഞാൻ പറയണത് ഞാൻ മേലെ കയറിക്കുന്ന എല്ലാവർക്കും കാണാം. ഞാൻ പറയണത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവണം അതേപോലെ ചെയ്യും. എവിടെ ഉള്ളതും ചെയ്തോളിട്ടാ. നിങ്ങളെ കയ്യിലുള്ള പേപ്പർ സെൻറ്റർ മടക്കുക. ഒരു പേപ്പർ 3 ടൈപ്പിൽ മടക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ തോന്നണം അങ്ങനെ മടക്കാം. ഞാൻ ചെയ്യണമൊക്കെ നോക്കി ചെയ്തോളി. സെൻറ്റർ മടക്കുക. പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പിടിക്കേണ്ട കേട്ടോ. നിങ്ങൾ എങ്ങനെ പിടിച്ചാൽ അങ്ങനെ പിടിക്കുക. എല്ലാവരും പെട്ടെന്ന് ചെയ്യുക. ഈ സെൻറ്റർ മടക്കിയ പേപ്പറിൻ്റെ വലത്തേ സൈഡിൽ മേൽഭാഗത്തുനിന്ന്, വലത്തേ സൈഡിൽ മുകൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറി ഒഴിവാക്കുക. ഒരു കഷ്ണം കീറി ഒഴിവാക്കുക. അത് കളഞ്ഞോളിട്ടാ. അത് കീറി കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ മുകൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക. പേപ്പർ മടക്കി കിടിക്കോളി. കീറി കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെൻറ്റർ മടക്കുക. വീണ്ടും സെൻറ്റർ മടക്കുക. ഈ സൈഡിൽ സ്റ്റേജിലും ആൾക്കാരുണ്ടായതുകൊണ്ട് കീറി കഴിഞ്ഞാൽ വീണ്ടും സെൻറ്റർ മടക്കുക. ദെൻ പേപ്പറിന്റെ വലത്തേ സൈഡിൽ താഴ്ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക. താഴ്ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറി ഒഴിവാക്കുക. മൈക്കോടെ കുറച്ച്. ഓക്കെ, ഇത് കീറി കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെൻറ്റർ മടക്കുക. വീണ്ടും സെൻറ്റർ മടക്കുക. ഇപ്പം നമ്മൾ 2 പ്രാവശ്യം കീറിയത് വലത്തേ സൈഡാണ്. ഇനി ഇടത്തേ സൈഡിൽ മുകൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക. ഇടത്തേ സൈഡ് മുകൾ ഭാഗത്തുനിന്ന് കഷ്ണം, അത് ശ്രദ്ധിച്ച് കീറിക്കോളി. അത് കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെൻറ്റർ മടക്കുക. ഇനി ഒരു സൈഡും കൂടി കീറാനുള്ളൂ. ഇടത്തേ സൈഡിൽ താഴ്ഭാഗത്തുനിന്ന് കീറുക. ബുദ്ധിമുട്ടുള്ളവർ ആരും കാണാതെ പല്ലിൻ്റെ സഹായമൊക്കെ തേടിക്കോളി, കുഴപ്പമില്ല. ഇടത്തേ സൈഡിൽ താഴ്ഭാഗത്തുനിന്ന്. ഇപ്പം നമ്മൾ 4 സൈഡും കീറിയിട്ടാണ്. 4 സൈഡും കീറിയില്ലേ? ഒന്നുകൂടെ മടക്കിയിട്ട് കീറാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇന്നെ തല്ലും, ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പേപ്പർ നിർത്തിക്കോളി. നിർത്തിയിട്ട് ആ പേപ്പർ ഒന്ന് പൊക്കി പിടിച്ചാണ്. എല്ലാവരും പൊക്കി പിടിക്കുക. നേരത്തെ പൊക്കിക്കോളി. പൊക്കട്ടെ, താഴ്ത്തരുത്തിട്ടാ. ഇനി എല്ലാവരും പരസ്പരം നോക്കി. ചില ആൾക്കാർക്ക് പത്തായത്തിൽ കൂറ കയറിയ പോലെ ഉണ്ട്. പൊക്കിക്കോളി. ഇനി ഒന്ന് താത്തി, ജസ്റ്റ് ഒരട്ടം താത്തുക. അടുത്ത പൊക്കിണിന് മുന്നേ ഒരു ഓഫറാണ്. ഇവിടെയുള്ള ഏതെങ്കിലും 2 രക്ഷിതാവിൻ്റെ പേപ്പർ ഒരേപോലെ ഉണ്ടെങ്കിൽ 2 ഞാൻ ഐഫോൺ തരും. 2 രക്ഷിതാവിൻ്റെ പേപ്പർ ഒരേപോലെ ഉണ്ടെങ്കിൽ 2 ഐഫോണാണ്. പെട്ടെന്നിട്ടാ, ഒരു സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കണം. ഉള്ളൊരു നീറ്റിക്കുക. 2 ഒരേപോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നീറ്റിക്കുക. ഒരേപോലെ ഉണ്ടെങ്കിൽ നീറ്റുന്ന മതി. ഓക്കെ, ഇവിടെ 2 ആൾക്ക് 2 പോയോട്ടെ. ബാക്കിയുള്ള കണ്ടുപിടിച്ചോളി. ഒരേപോലെ നിർത്തി പിടിച്ചാണ്. ഒരേപോലെ അല്ല, നിങ്ങൾ ഇതിൻ്റെ സെൻറ്ററിൽ കട്ടുണ്ട്, ഇവിടെ കട്ടില്ല. ഇരിക്കി ഉണ്ടാ. ഹലോ, മതി, സമയം കഴിഞ്ഞ്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്ര ആവേശം വേണ്ട. കാരണം എന്താ അറിയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. 2 ഒരേപോലെ ഉണ്ടെങ്കിൽ 2 ഐഫോൺ തരാമെന്ന് പറയാൻ ഞാൻ എന്താ പൊട്ടനാ? ഉണ്ടാവൂല, ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് ആ ഹോളിൻ്റെ വലിപ്പെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഒറ്റ കാര്യം പറയട്ടെ, പേപ്പർ താഴ്ത്തി വെച്ചോളി. ഇനി ആവശ്യമില്ല, കളയണ്ട കേട്ടോ. വീട്ടിൽ കൊണ്ടുവെക്കുക, ഫ്രെയിം ചെയ്ത് വെക്കുക. മരിക്കണത് വരെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം. ഇത്ര നേരം ഞാൻ സംസാരിച്ച് ഞാൻ ഒരാൾ പറഞ്ഞത് കേട്ടിട്ടാണ് നിങ്ങൾ ചെയ്തതാണോ? അല്ലേ? എല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ചെയ്തത്, ഒരേപോലെ ചെയ്തത്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടോ വ്യത്യാസം ഉണ്ടല്ലേ? ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കണ 50 കുട്ടികൾ ഒരേപോലെ വരൂല. ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കണ 50 കുട്ടികൾ ഒരേപോലെ വരൂല. ഇനി കുട്ടീനോട് അപ്പുറത്തെ കുട്ടീൻ്റെ മാർക്ക് ചോദിക്കണതിന് മുന്നേ ഇപ്പം ചെയ്താണ്ട് ആലോചിച്ച് നോക്കിക്കൊണ്ടി. ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഒരേപോലെ ആവണം ആദ്യം. എന്നിട്ട് എൻ്റെ കുട്ടീനോട് ചോദിക്കുക, എൻ്റെ മാർക്ക് എന്തേ ഓൻ്റെ മാർക്കിൻ്റെ പോലെ ആവാഞ്ഞെന്ന്. മേലാ ചോദിക്കരുത്. ആവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി. പഠിപ്പിക്കുന്ന ടീച്ചർ ഒന്നാ, പഠിപ്പിക്കുന്ന കണ്ടന്റ് ഒന്നാ, റിസൾട്ട് ഒന്നാവൂല. ആവുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒരേപോലെ വരണേന്ന്. നിങ്ങളൊക്കെ ചെയ്തത് ഒരേപോലെയാണ്. ഞാൻ പറഞ്ഞതും എല്ലാവരോടും ഒന്നിച്ചാ കിട്ടിയാ? ഇല്ല, കിട്ടൂല. ഇത്രയും പേപ്പർ വേസ്റ്റ് ആക്കിയതേ ഉപകാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ് സാധനം. ഞാൻ ബാക്കി പറയാൻ പോണത് നമ്മളെ ലൈഫിനെ കണക്ട് ചെയ്തിട്ടാ.
നമ്മളെ സംസാരം കംപ്ലീറ്റ് പോസിറ്റീവായാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ഒരു സാധനം കൊടുക്കണ്ട. സംസാരം പോസിറ്റീവ് ആവുക. അതിന് ആദ്യം നമ്മളോട് പോസിറ്റീവ് സംസാരിക്കണം. നിങ്ങൾ സംസാരിക്കലുണ്ടോ? സ്വന്തത്തിനോട് ഒറ്റക്ക് വർത്താനം പറഞ്ഞിക്കണമെന്നല്ല, ഇതിന് ഭ്രാന്ത് എന്ന് പറയുക. മനസ്സിനോട് സംസാരിക്കുക. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം, മഴ പെയ്യുന്നുണ്ട്, മഴ കൊണ്ട് എന്താ വരിക? പനി, ജലദോഷം, ചുമ, കഫക്കെട്ട്, പല്ലുവേദന, തുമ്മൽ, എക്സെട്ര. മതി, ധാരാളമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുളിച്ചാൽ എന്ത് കിട്ടും? വൃത്തി, ഉന്മേഷം, ആരോഗ്യം, സന്തോഷം, തണുപ്പ്, ഓക്കെ എക്സെട്ര. ഇനി ഞാൻ പറയട്ടെ, നിങ്ങളെ ഓപ്ഷൻ കഴിഞ്ഞു. ലോകത്ത് ഇന്ന് നിലവിലുള്ള എല്ലാ മതത്തിലും എല്ലാ മതഗ്രന്ഥങ്ങളിലും മഴനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇല്ലേ? എല്ലാറ്റിലും പറഞ്ഞത് ഒറ്റ കാര്യമാണ്, മഴ എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, കാരുണ്യമാണ്. സംശയം ഉണ്ടാ? അനുഗ്രഹം കാരുണ്യമായ മഴ ആകാശത്തു നിന്ന് പെയ്ത് റോട്ടിലും പറമ്പിലും വീണ് അഴുക്ക് മാലിന്യം കച്ചറൊക്കെ തട്ടി ഒലിച്ചൊലിച്ച് നമ്മുടെ വീടിൻ്റെ കിണറിൽ വന്ന് വീണു. ഈ കിണറിൻ്റെ മുകളിൽ നെറ്റൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൽ ഒരുപാട് പക്ഷികൾ പല അവശിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? എന്നും പോയി നോക്കലുണ്ടോ? ഇല്ല. ഈ വെള്ളം മോട്ടർ വഴി അടിച്ചു വലിച്ച് ടാങ്കിൽ കിടന്ന് ചൂടായിട്ടുണ്ടാവും വെയിൽ കൊണ്ടിട്ട്. ഈ വെള്ളം ടാപ്പിലൂടെ എടുത്ത് കുളിച്ചപ്പോൾ നിങ്ങൾക്ക് വൃത്തി, സന്തോഷം, ആരോഗ്യം, ഉന്മേഷം, അനുഗ്രഹം, കാരുണ്യമായ മഴ നേരെ തലയെ തട്ടിയപ്പോൾ പനി, ജലദോഷം, ചുമ, കഫക്കെട്ട്, തുമ്മൽ. ഒന്ന് ആലോചിച്ചിട്ട് പറയും, ഏതിനാ പനി വരണ്ട്? ഏതിനാ? കുളിച്ചാലാണല്ലേ? സമാധാനമായി അറിയണ്ട് കുറേ ആൾക്കാർ. കുളി നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ സംസാരിക്കുക. ഞാൻ വീട്ടിൽ പോകുമ്പോൾ മഴ കൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ പറയാ, ഇന്ന് മഴ കൊണ്ടു, നാളെ പനിയാവും. വീട്ടിൽ ക്ഷീണിച്ചു വന്നാൽ ഞാൻ പറയും, ഭയങ്കര ക്ഷീണുണ്ട്, ഒന്ന് കുളിച്ചാ ഉഷാറാവും. ഇത് പറയണോണ്ടാ സംഭവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രക്ഷിതാക്കളൊക്കെ ആലോചിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഴ കൊള്ളണമെന്ന് ആഗ്രഹിച്ച് നമ്മളൊക്കെ മഴ കൊണ്ടുക്കണില്ലേ? അങ്ങനെ ആഗ്രഹിച്ച് മഴ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പനി വന്നിക്കണോ? എന്തുകൊണ്ടാ അറിയോ? അന്നൊരു നെഗറ്റീവ് കമൻറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ടില്ല. വീട്ടിൽ 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടി പുറത്ത് കൂടും മഴ കൊള്ളാൻ വേണ്ടിയിട്ട്. രക്ഷിതാക്കളാകണം, നിങ്ങൾ എന്ത് പറയും? പറഞ്ഞോളി. ഇങ്ങനെ ഒന്നല്ല, പ്രത്യേക ട്യൂണിലാ പറയാ. പക്ഷെ കുട്ടി കേൾക്കുവോ? അവസാനം നമ്മൾ ഓടും, 2 റൗണ്ട് ഓടി കുട്ടീനെ കഴുത്തിന് പിടിച്ച് തൂക്കി ഉള്ളിൽ കൊടുന്നിട്ട് തലക്കെ തുടച്ചെടുത്ത് രാത്രി പനി തുടങ്ങുമ്പോൾ അടുത്ത ഡയലോഗാ, പച്ച മലയാളത്തിലല്ല, ഡാഷ് 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 എന്നോട് പറഞ്ഞ് മഴ കൊണ്ടാ പനി വരുമെന്ന്. ആ കുട്ടീനെ പിടിക്കാൻ പോയപ്പോൾ രക്ഷിതാവ് മഴ കൊണ്ടോ ഇല്ലേ? രക്ഷിതാവിന് പനിച്ചാ? എന്താ മനുഷ്യനല്ലേ? രക്ഷിതാവ് കുട്ടിക്ക് കൊടുത്ത കമൻ്റാ പനി വരുന്നു. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. വീട്ടിൽ വിരുന്നേർ വരില്ലേ, ഗസ്റ്റ്? ഈ വിരുന്നേർക്ക് ഫുഡ് എടുക്കാനുള്ള കുറച്ച് പാത്രങ്ങൾ അലമാരിയിൽ ഇങ്ങനെ ഇരിക്കണേ, വീട്ടുകാരെ തൊടാൻ സമ്മതിക്കാത്ത ഉണ്ടാ? സമാധാനം, ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ വിരുന്നേരൊക്കെ വന്നാൽ ഈ രക്ഷിതാക്കൾ ഈ ഗ്ലാസിൻ്റെ ഒക്കെ പാത്രം താഴെ എടുത്ത് വെക്കും. അതിൽ കറിയും സാധനങ്ങളൊക്കെ തയ്യാറാക്കി ഇങ്ങനെ വെച്ചാൽ ആലോചിച്ചോളി, വീട്ടിലൊരു 5 വയസ്സ് 6 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ രക്ഷിതാവ് പറയാതെ തന്നെ കിച്ചണിൽ നിന്ന് ഈ പാത്രം എടുത്തിട്ട് കുട്ടി ഡൈനിങ് ഹോൾക്ക് ഇങ്ങനെ പോവില്ലേ? അപ്പോൾ രക്ഷിതാവ് ബാക്കിൽ നടന്നിട്ട് പറയും, പൊട്ടും 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 പൊട്ടും. അങ്ങനെ ഇത് താഴെ വീണ് പൊട്ടും. രക്ഷിതാവിൻ്റെ അടുത്തുനിന്ന് ഒന്നാണ്ട് പൊട്ടും. സത്യത്തിൽ താഴെ പൊട്ടിച്ച് എടോ 6 വയസ്സുള്ള കുട്ടിക്ക് അറിയാം ഗ്ലാസിൻ്റെ പാത്രം താഴത്ത് വീണാൽ പൊട്ടുന്ന്. ലോകത്തൊരു രക്ഷിതാവും ആ കുട്ടീനോട് എന്ത് പറഞ്ഞിട്ടില്ല അറിയോ? ശ്രദ്ധിച്ചു കൊണ്ടേക്കോ എന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറയലെന്ന് ഞാൻ പറഞ്ഞാൽ ആലോചിച്ച് വിളിക്കാം. അതാണ്ട് ഇട്ടാളെ, പൊട്ടിച്ചാളെ, തീരുമാനാക്കിക്കാളെ. ആണോ അല്ലേ? എന്താല്ലേ? കറക്റ്റാ. നിങ്ങൾ ചീത്ത പറഞ്ഞല്ല, നിങ്ങൾ കുട്ടിയായപ്പോൾ നിങ്ങളെ രക്ഷിതാവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതും ഇതന്നെ, നിങ്ങളെ രക്ഷിതാക്കൾക്ക് കിട്ടിയതും ഇതന്നെ, നിങ്ങൾ കൊടുക്കണതും ഇതന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 6 വയസ്സ് 5 വയസ്സുള്ള കുട്ടീൻ്റെ മനസ്സ് സിമ്പിളാ, നിഷ്കളങ്കായ മനസ്സാ. ആ കുട്ടി കൊണ്ടുപോയ പാത്രം പൊട്ടൂല, കാരണം കുട്ടീൻ്റെ മനസ്സിലൊന്നുമില്ല. രക്ഷിതാവ് കൊണ്ടുപോയാൽ ചിലപ്പം പൊട്ടും. തികയോ ഇല്ലേ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ കയ്യിൽ നിന്ന് വിടും. കുട്ടീൻ്റെ അടുത്ത് ടെൻഷൻ ഇല്ല, കുട്ടി സുഖമായിട്ട് കൊണ്ടുവെക്കും. നിങ്ങൾ ആ കുട്ടീൻ്റെ തോളും തട്ടിയിട്ട് വെറുതെ നോക്കി നിൽക്കുന്ന കുട്ടിക്ക് നിങ്ങൾ ഗ്ലാസിൻ്റെ പാത്രം കൊടുത്തിട്ട് പറഞ്ഞു നോക്കി, ശ്രദ്ധിച്ചാണ്ട് ഇതൊന്നും കൊണ്ടേ വെച്ചാന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അഭിമാനമാണ്. കാരണം കുട്ടിക്കറിയാം ഗ്ലാസ് പൊട്ടിയ അമ്മക്ക് പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നമുള്ള ഗ്ലാസ് എൻ്റെ അടുത്ത് ഉമ്മ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള വിശ്വാസമാണ് ആ കുട്ടി മനസ്സിലാക്കുന്നത്. പൊട്ടിക്കൂലടോ. നിങ്ങൾ ചെറിയ കുട്ടികൾ ഗ്ലാസ് ഒറ്റ കൈ കൊണ്ട് പിടിക്കണത് കണ്ടിട്ടില്ല? എന്നിട്ട് നമ്മളിങ്ങനെ പോയി താങ്ങാൻ നോക്കും കുറേ. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ആ കൈ ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും അത് ബെൽറ്റ് പിടിച്ചിട്ടുണ്ടാവും. അവർക്ക് ശ്രദ്ധ ഉണ്ട്. തിരിച്ചു വരിക.
ഈ കമൻറ്റ് നമ്മൾ നന്നാക്കണം. നമ്മൾ കൊടുത്ത കമൻറ്റിൽ കൂടുതലും ചെയ്യണം എന്നാണോ ചെയ്യരുത് എന്നാണോ? ചെയ്യരുത് എന്നാണ്. കാണരുത്, നോക്കരുത്, എടുക്കരുത്, തിന്നരുത്, പോകരുത്, ഒക്കെ നെഗറ്റീവ് എൻഡിങ്ങാണ്. ഒരു കഥ പറഞ്ഞിട്ട് ഈ സാധനം തിരുത്തി തരാം. ഒരു പാമ്പും ഒരു തവളയും രാവിലെ അടി ഉണ്ടാക്കണം. രണ്ടാളും ഭയങ്കര അടി. പാമ്പ് തവളൻ്റെ അടുത്ത് പറഞ്ഞു, തവള പൊട്ടനാണ്, അന്തംഗമിയാണ്, വിവരമില്ലാത്തവനാണ്, മന്ദബുദ്ധിയാണ്, എക്സെട്ര എക്സെട്ര. സ്വാഭാവികമായിട്ടും ഇത് കേട്ടാലേ ഒരു ജനറൽ സൈക്കോളജി ഉണ്ട്. നമ്മളോട് ഒരാൾ നീ പൊട്ടനാണെന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടനല്ല എന്നല്ല പറയല്, ഞാനല്ല ഇയ്യാ പൊട്ടൻ എന്നാ പറയാം. ആണല്ലേ? സ്വാഭാവികമായിട്ടും തവള പറഞ്ഞു ഞാനല്ല, പാമ്പാണ് പൊട്ടൻ, അന്തംഗമി, വിവരമില്ലാത്തവൻ, ബുദ്ധി ഇല്ലാത്തവൻ. തിരിച്ച് അങ്ങനെ രണ്ടാളും അടിയായി. അപ്പോൾ പാമ്പ് പറഞ്ഞു, ഒരു മിനിറ്റ് നിർത്ത്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരാളെ കടിച്ചാൽ അയാൾ മരിക്കും, നീ കടിച്ചാൽ അയാൾക്ക് ഒന്നും പറ്റൂല. പക്ഷെ തവള നല്ല വാശിയിൽ നിൽക്കണോണ്ട് തവള സമ്മതിച്ചു കൊടുത്തില്ല. തവള പറഞ്ഞു ഞാൻ കടിച്ച ആൾ മരിക്കും, നീ കടിച്ചാൽ ഒന്നും സംഭവിക്കൂല. അപ്പോൾ പാമ്പ് പറഞ്ഞു നമ്മൾ ബെറ്റ് വെക്കുക. അങ്ങനെ രണ്ടാളും ബെറ്റ് വെച്ചു. കഥയിൽ ചോദ്യമില്ല. അങ്ങനെ ബെറ്റ് വെച്ചിട്ട് രണ്ടാളും കൂടെ അപ്പുറത്ത് പണിയെടുക്കുന്ന ഒരു പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരൻ്റെ അടുത്ത് പോയി. രണ്ടാളും ബാക്കിൽ കൂടെ ചെന്നു. പാമ്പ് ഇയാളെ കാലിൽ കടിച്ചു. പെട്ടെന്ന് അയ്യോ എന്തോ കടിച്ചല്ലോ എന്ന് പറഞ്ഞ് അയാൾ തിരിയുമ്പോൾ തവള അയാളെ മുന്നിൽ കൂടെ അങ്ങോട്ട് ചാടി. അപ്പോൾ ഈ മനുഷ്യൻ തവളയെ കടിച്ച് കുഴപ്പമില്ല പോട്ടെ. വീണ്ടും പനി തുടർന്നു. വൈകുന്നേരം വീട്ടിൽ പോയി. പിറ്റേ ദിവസം വീണ്ടും വന്നു. രണ്ടാമത്തെ ദിവസം പാമ്പും തവളയും ചെന്നു. തവള അയാളെ കാലിൽ കടിച്ചു. പെട്ടെന്ന് എന്തോ കടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ തവള ഒരു പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നു. തിരിഞ്ഞു നോക്കിയ മനുഷ്യൻ മൂർഖൻ പാമ്പിനെ കണ്ടു. അറ്റാക്കായി മരിച്ചു. പാമ്പ് കടിച്ചപ്പോൾ മരിച്ചില്ല. തവള കടിച്ചപ്പോൾ എന്താ ഇയാൾക്ക് സംഭവിച്ച്? ഇയാൾ കൊടുത്ത കമൻറ്റാ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചോദിച്ചോളിയും പാമ്പ് കടിച്ച ആൾക്കാരെ എണ്ണ എത്രയെന്ന്. കുറച്ചുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പാമ്പ് കടിച്ച് പേടിച്ചിട്ടാണ് മരിച്ചിട്ടുണ്ടാവുക. നീർക്കോലി കടിച്ചാലും മരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ചേര കടിച്ചോ മരിച്ചിട്ടുണ്ടാവും. വിഷം കയറി ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ച് അറ്റാക്ക് ആവണ. ഇത് പ്രാക്ടിക്കലാക്കിയത് കേട്ടോ. പാമ്പ് കടിച്ചാൽ നെഞ്ഞത്ത് കയ്യച്ചിട്ട് തവളയാണ് കടിച്ചത് എന്ന് നിൽക്കരുത്. കമ്മിറ്റി ഉത്തരവാദിയാവൂല. ഞാൻ അങ്ങനെ പോകല്ലിട്ടാ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കണം. ആദ്യം നമ്മളോടും പിന്നെ നമ്മുടെ കുട്ടികളോടും പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഫ്ലോ കറക്റ്റ് ആവണം. ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ പുറത്ത് ലേറ്റായി വന്നൊരു കുട്ടി എന്താടാ നേരം വൈകിയെന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് പറയും നിങ്ങളിപ്പോൾ എന്തോ നേരത്തെ വന്നിട്ടാളാണ്. നേരെ മറിച്ച് ആ പയ്യനോട് വാ കയറി അടുത്ത് വിളിച്ചു. എൻ്റെ അടുത്ത് നിർത്തി തോള് കൂടെ കൈയിട്ടിട്ട് കുറേ നേരം ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഈ എന്തേ ലേറ്റായി എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് അവൻ പറയും ഞാൻ നീറ്റത് 10 മണിക്കാണ് പറയും. ഞാൻ ഒരു വാക്യം പറയാം, നിങ്ങൾ അതേപോലെ ഓർമ്മ വെക്കണം. എന്തിന് നീ എന്നോട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നീ ഒരു സാധനം ഞാൻ 4 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് 4 അർത്ഥം കിട്ടും. നോക്കിക്കോളിട്ടാ. 1, എന്തിന് നീ എന്നോട് അങ്ങനെ ചെയ്തു. ഇവിടെ പ്രശ്നം എന്താ? എന്തിന് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അടുത്തത്, എന്തിന് നീ എന്നോട് അങ്ങനെ ചെയ്തു. ഇവിടെ പ്രശ്നം എന്താ? നീ ചെയ്ത പ്രശ്നം. അടുത്തത്, എന്തിന് നീ എന്നോട് അങ്ങനെ ചെയ്തു. ഇവിടെ പ്രശ്നം എന്നോട് ചെയ്തതാ പ്രശ്നം. എന്തിന് നീ എന്നോട് അങ്ങനെ ചെയ്തു. ഇവിടെ പ്രശ്നം ആ ചെയ്തതാ പ്രശ്നം. ഞാൻ ഒരേ സാധനമല്ലേ പറഞ്ഞ്. എന്തുകൊണ്ട് അർത്ഥം മാറി? നമ്മളെ ശൈലി മാറി. നമ്മൾ നല്ല കാര്യം തന്നെയാണ് ഈ കഥ പറഞ്ഞിട്ടുണ്ടാവുക. ഒക്കെ കഴിഞ്ഞ് അടിയും കുത്തും വയക്കൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് പറയും ഇത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. ആ ട്യൂണുണ്ടല്ലോ, ആ ട്യൂണിൽ ആ നന്നാവാനുള്ള സാധനം പറഞ്ഞാൽ മതിയെന്ന് കുറച്ച് മുമ്പ്. അത്രേ ഉള്ളൂ പ്രശ്നം. ഞാനൊരു കാര്യം പറയാണ്. ഞാൻ ഇങ്ങനെ കുറേ നേരങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാർ ഇട്ടാ മാഷ് ഒരു കാർ പറഞ്ഞാണ്. ഒരു കാർ മാരുതി സുസുക്കി ടൊയോട്ടോ അൾട്ടോ. ഞാനേ ഇനി ബാഗേക്ക് വരണില്ല കേട്ടോ. കാരണം ഇവിടെ കണ്ടമാനം കമ്പനി വരും ഇപ്പോൾ ഇവിടെ. ഇത്ര നേരം നിങ്ങളോട് വർത്താനം പറഞ്ഞ് ഞാനൊരു അംബാസഡർ കാറിനെ പറ്റിയിട്ടാണ് പറയണത്. എന്നിട്ട് ഇവർ 4 ആൾ ഇതെന്ത് വേറെ 4 ആൾ പറഞ്ഞ് ഇത് പറഞ്ഞാണ്ട് ഞാൻ വേറെ 4 ആളും ചീത്ത പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? നിങ്ങൾ ഇതിനെ പറ്റി എന്താ പറയുക? ഞാൻ കാറിനെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇതല്ലേ പ്രശ്നം? ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. പകുതി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, പകുതി നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് തോന്നുന്നത് മുഴുവൻ നമ്മൾ പറഞ്ഞിരിക്കണേ. എന്നിട്ടൊരു ഡയലോഗാ എന്താ ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയാൽ പറയണ്ടേ? മനസ്സിലാക്കണമെങ്കിൽ പറയണില്ല. നമ്മളെ ഉള്ളിൽ, നമ്മളെ മക്കളുടെ ഉള്ളിൽ കുറേ ഇന്നേറ്റ് കപ്പാസിറ്റി ഉണ്ട്. ആ ഇന്നേറ്റ് കപ്പാസിറ്റിനെ പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആവണം.
നമ്മൾ പരസ്പരം ചിന്തിക്കുക, നമ്മൾ പോസിറ്റീവ് അവരോട് പറയണം. കുട്ടി പരീക്ഷ കഴിഞ്ഞ് വന്നാൽ 40-ൽ 35 മാർക്ക് ഉണ്ടെങ്കിൽ കുട്ടീനോട് ചോദിക്കൽ എൻ്റെ 5 മാർക്ക് എവിടെയെന്നാ. അയൽവാസി വന്നിട്ട് നിങ്ങളോട് നിങ്ങളെ കുട്ടീൻ്റെ മാർക്ക് എന്താ പാടുന്ന് ചോദിച്ചാൽ 5 മാർക്ക് കുറവാന്നല്ല പറയല്. എന്താ പറയല്? ഒന്ന് പറഞ്ഞാണീ എന്താ പറയാ? ഉഷാറാണെന്നാ പറയാ. ഈ ഉഷാറാന്ന് അയൽവാസിനോടല്ല പറയേണ്ടിയിരുന്നത്. ആരോടെ ഇന്ന്? കുട്ടിനോട് ഇന്ന് പറയേണ്ടിയിരുന്നത്. ചെറിയ കുട്ടി മുതൽ നമ്മൾ ചെയ്യുന്ന പാരന്റിങ്ങിന്റെ പ്രശ്നം, തോളത്തെടുക്കുന്ന കുട്ടി, ചെറിയ കുട്ടി, പാല് കൊടുക്കുന്ന കുട്ടീനെ ആ കുട്ടീൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കൽ എപ്പോഴാ അറിയോ? കുട്ടി ഉറങ്ങിക്കെടുക്കുമ്പോഴാണ്. ആലോചിച്ച് നോക്കി, നമ്മൾക്ക് രക്ഷിതാക്കളാണല്ലോ. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉമ്മ കൊടുത്തിട്ടുണ്ടാവില്ല എപ്പോഴാ? അല്ല, കുട്ടി ഉറങ്ങിക്കെടുക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ കുറേ ഉമ്മ എടുക്കും. എന്നിട്ട് നീറ്റിൻ്റെ ശേഷം കുട്ടീനോട് പറയും എനിക്ക് ഉമ്മ കാട്ടുമെന്ന്. കുട്ടി അറിഞ്ഞിക്കണം ഞങ്ങൾ കൊടുത്ത ഉമ്മൊക്കെ. എന്നിട്ട് നമ്മൾ ഒരു ഡയലോഗാ, അന്നെങ്ങനൊക്കെ സ്നേഹിച്ചിട്ട് എന്താ, അനക്ക് സ്നേഹം വേണ്ടേ? എപ്പോൾ സ്നേഹിച്ച്? കുട്ടി കണ്ട സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഒറ്റ ഒന്നിനെ പറ്റുള്ളൂ, അത് പ്രകടിപ്പിക്കാനുള്ളതാ, കൊണ്ടെടുക്കാനുള്ളതല്ല. മനുഷ്യർക്ക് മാത്രമൊരു പ്രത്യേകത ഉണ്ട്, ഓപ്പോസിറ്റ് കാര്യങ്ങൾക്ക് ഒരേ സാധനം യൂസ് ചെയ്യാൻ പറ്റും. നല്ല ചൂടുള്ള ചായ കുടിക്കുമ്പോൾ ചൂടാറാൻ വേണ്ടി നമ്മൾ അതിൽ ഊതൂലേ? നല്ല തണുപ്പുള്ള സമയത്ത് കൈ ചൂടാക്കാൻ വേണ്ടി കൈയിൻ്റെ ഉള്ളിൽ നമ്മൾ ഊതും. ചൂടാറ്റാനും ചൂടാക്കാനും എന്താ ചെയ്ത്? ഊതുക ചെയ്തത്. മേലുള്ളൊരു സാധനം താഴെ വിടാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കൊടുക്കൂലേ? മേലുള്ള സാധനം താഴെ തള്ളിയിടാനും എന്താ കൊടുക്കുക? അതിനും കുത്താ കൊടുക്കുക. ചെറിയ കുട്ടീനെ തോളത്തിട്ടിട്ട് ഉറക്കൂലേ? ഉറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും? തട്ടിക്കൊടുക്കും. ആ കുട്ടീനെ ഉണർത്താനോ? അതിനും തട്ടാം. ഓപ്പോസിറ്റാ. 3 എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഉപയോഗിക്കണ വാക്കന്നെ നല്ലതിനും അതിൻ്റെ ഓപ്പോസിറ്റിനും പറ്റും. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കൊട്ടിൻ്റെ ശൈലിയിലാണ് ഉറക്കലും ഉണർത്തലും വന്നത്. അതാ ഡിഫറൻറ്റ്. നമ്മൾ സംസാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയണതല്ല കിട്ടുക, ഓപ്പോസിറ്റാണ് കിട്ടുക. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. കുട്ടികൾ അഭിപ്രായം പറയുമ്പോൾ ആദ്യം തന്നെ എൻ്റെ അഭിപ്രായം ഒന്നും ശരിയാവില്ല എന്ന് എതിർക്കരുത്. കംപ്ലീറ്റ് പറയാൻ സമ്മതിക്കുക. പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞു കഴിഞ്ഞ ശേഷം ശരിയാണ് നമുക്ക് ചെയ്തു നോക്കാന്നൊക്കെ പറയാം. ആ കുട്ടി ആ സാധനം പറയുമ്പോൾ സ്ട്രെസ്സിലാണ്. അത് കഴിഞ്ഞ് കുട്ടി നോർമലാകുമ്പോൾ വിളിച്ചിട്ടേ നേരത്തെ ഈ പറഞ്ഞേലേ ചെറിയ 2-3 പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം അംഗീകരിക്കും. കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. അവർക്ക് ലീഡർഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇതൊന്നും ചെയ്യില്ല. ജനലിൻ്റെ കമ്പിയിൽ കയറുന്ന കുട്ടീനെ പോയിട്ട് ഒരൊറ്റൊന്നാട് കൊടുത്തിട്ട് അവിടെ മേലാൽ ഇതിൻ്റെ മേലെ കയറിയ തല ഞാൻ എടുക്കുന്നു. കുട്ടി കയറൂല. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ കുട്ടീനോട് പറയും ആ മാവുമ്മ കയറിയിട്ട് ഒരു മാങ്ങ പറിച്ചതാ. അപ്പോൾ കുട്ടി നിനക്ക് മരത്ത് കയറാൻ അറിയില്ല. അപ്പോൾ നമ്മൾ പോത്തുപോലെ വലുതയിക്കണ്, മരത്തമ്മ കയറാൻ അറിയില്ലല്ലോ. ഈ കയറാനുള്ള കഴിവ് ആരില്ലാതാക്കി? നമ്മളാ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കെന്നെ അത്ഭുതം തോന്നിയൊരു സാധനമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കൗൺസിലറല്ലേ, എൻ്റെ അടുത്തുനിന്ന് എനിക്കൊരു ട്രിക്ക് വേണം. അപ്പോൾ എന്ത് ചോദിച്ചു? ഞങ്ങൾ ഫാമിലി കൂട്ടുകുടുംബമാണ്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പുതിയ വീട് വെച്ചിക്കണ്, ഞങ്ങൾ ആ പുതിയ വീട്ടിലാണ് താമസിക്കണ്. എൻ്റെ മകൻ 1.5 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് പേന പെൻസിലോ കളറോ കിട്ടിയാലും വീടിൻ്റെ ചുമരുമേ ചിത്രം വരക്കലില്ലേ? നന്നായിട്ട് വരക്കും. വരക്കരുത് എന്ന് പറഞ്ഞാൽ അളവ് കൂടും. അപ്പോൾ ഇപ്പം പറഞ്ഞത് എന്താ വെച്ചാൽ ജ്യേഷ്ഠൻ പുതിയത് വെച്ച വീടാണ്, എനിക്കെന്നെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഐഡിയ ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചങ്ങായി 1.5 വയസ്സിൻ്റെ കുട്ടിക്ക് എന്ത് കൗൺസിലിംഗാണ് കൊടുക്കുക, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ വിളിക്കാറിഞ്ഞു. വെറുതെ ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഒരു ഐഡിയ ഉണ്ട് പറഞ്ഞു. ഇതുവരെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, വിജയിക്കുമെന്ന് ഉറപ്പില്ല. പക്ഷെ ഇതൊന്നും ഞാൻ അവനോട് പറഞ്ഞില്ല. നല്ലൊരു ഐഡിയ ഉണ്ട് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞു ഈ ഒരു വാൾപേപ്പർ വാങ്ങാം, എന്നിട്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഈ വാൾപേപ്പർ പോയി ഒട്ടിക്കുക. ഇനി അതല്ലെങ്കിൽ അവിടെ ഓയിൽ പെയിൻ്റ് അടിക്കുക ഒരു സ്ഥലത്ത്. എന്നും രാവിലെയും വൈകുന്നേരം ഈ കുട്ടീൻ്റെ കൈ പിടിക്കുക, എന്നിട്ട് കുട്ടീനോട് വാ എന്ന് പറഞ്ഞ് കുട്ടീൻ്റെ കൂടെ പോവുക. എവിടെന്നെങ്കിലും കളറോ പെൻസിലോ പേന എടുക്കുക, എന്നിട്ട് ഈ ഓയിൽ പെയിൻ്റ് അടിച്ച വാൾപേപ്പർ ഇട്ട സ്ഥലത്ത് പോയിരിക്കുക. കുട്ടീനെ അവിടെ നിർത്തുക. കുട്ടീനോട് സംസാരിക്കരുത്, ഈ ചെയ്താൽ മതി. എന്നിട്ട് ആ പേപ്പർ ഇട്ട ഭാഗത്ത് ഈ വെറുതെ കുത്തിവരടുക, എന്നിട്ട് തിരിച്ചു പോവുക. എന്നും രാവിലെയും വൈകുന്നേരം ഇത് ചെയ്യണം. ഓരോ വട്ടം ചെയ്യുമ്പോഴും കളറും പേന എടുക്കേണ്ടത് ഓരോ സ്ഥലത്തു നിന്നാണ്, ഒരേ സ്ഥലത്തു നിന്ന് എടുക്കരുത്. കുട്ടീനെ അവിടെ കൊണ്ടുപോയി നിർത്തുക, വരക്കുക. 21 ദിവസം ചെയ്യണമെന്ന് പറഞ്ഞ്. സൈക്കോളജിയിൽ എന്ത് സാധനം 21 ഡേയ്സാണ്. 21 ഡേയ്സ് ഒരു സാധനം ചെയ്താൽ അത് ആ മനുഷ്യൻ്റെ ഹാബിറ്റായിട്ട് മാറും, ശീലമായിട്ട് മാറും. 21 ദിവസം വീട് വലിച്ച മനുഷ്യർക്ക് പിന്നെ പുകയില നിർത്താൻ പറ്റൂല. അങ്ങനെ 21 ദിവസം ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവൻ എന്നെ വിളിച്ചിട്ട് പറയാ, ഈ കുട്ടിക്ക് വീടിൻ്റെ മുറ്റത്തുനിന്നോ ഉള്ളുന്നോ എവിടെ നിന്ന് കളർ കിട്ടിയാലും കുട്ടി ആ സ്ഥലത്ത് പോയിട്ട് വരക്കുള്ളൂ.
കുട്ടീനോട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കുട്ടിക്ക് അറിയാതെ കൊടുത്തൊരു സാധനം ഉണ്ട്, ഈ സ്ഥലം കുത്തി വരക്കാനുള്ളതാണ് എന്നാണ്. ആണോ അല്ലേ? നമ്മൾ നോക്കിയാണ്ട് ഇങ്ങനെ നോട്ടം നോക്കും ആദ്യം, എന്നിട്ട് ഒന്നാണ്ട് കൊടുക്കും, ഇവിടെ വരക്കൽ. അപ്പോൾ കുട്ടി തിരിച്ചു, എന്താ ഇവിടെ വരച്ചാൽ? നിങ്ങളാലോചിച്ചോ, ഇപ്പോൾ സദസ്സ് എടുക്കണം, ഇവിടെ കുട്ടികൾ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്. നമ്മളെ മനസ്സിൽ അറിയാതെങ്കിലും വരും, ഈ കുട്ടിയൊക്കെ ഒന്ന് അടങ്ങിയിരുന്നൂടെ? ചിന്തിക്കലില്ലേ? കല്യാണത്തിന് പോകുമ്പോൾ ഇരുന്ന് പോകുമ്പോൾ നിങ്ങളാലോചിച്ച് നോക്കി, ആ കുട്ടികളെ മനസ്സിലുണ്ടാവും, ഈ തള്ളാരെന്തെങ്ങനെ അടങ്ങിയിരിക്കണേ, ഇവർക്ക് ഞങ്ങളെ പോലെ കളിച്ചൂടെ ഉണ്ടാവും. അത് ഇതിൻ്റെ ഭാഗമാണ്. നമ്മളെ വയസ്സിൽ നിന്നിട്ട് ഒരിക്കലും ആളെ കാണരുത്. 5 വയസ്സുള്ള കുട്ടീനെ നോക്കേണ്ടത് 5ാമത്തെ വയസ്സിൽ നിന്നിട്ടാ. 10 വയസ്സുള്ള കുട്ടീനോട് സംസാരിക്കേണ്ടത് നമ്മൾ 10 വയസ്സിൽ എന്ത് ചെയ്യുന്നോ എന്ന് ആലോചിച്ചിട്ടാ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീൻ്റെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ നമ്മളെ 10ാം ക്ലാസ്സിൻ്റെ പ്രായത്തിൽ നമ്മൾ ചെയ്തത് ആലോചിച്ചിട്ട് പറയണം. അധ്യാപകരോട് രക്ഷിതാക്കളോട് പറയലുണ്ട്, കുട്ടികളുടെ നിലവാരത്തിലേക്ക് താഴണം എന്നല്ല, ഉയരണം എന്നാ. നിലവാരം കൂടുതൽ കുട്ടിക്കാ. കാരണം എന്താ അറിയോ? രക്ഷിതാവ് ഉണ്ടാവണതിൻ്റെ മുന്നേ രക്ഷിതാവ് കുട്ടീനെയാണ് ബഹുമാനിക്കേണ്ടത്, കുട്ടി രക്ഷിതാവിനല്ല. കാരണം ഒരു സ്ത്രീ രക്ഷിതാവണത്, അമ്മയാവണത് പ്രസവിക്കുമ്പോഴാണ്. ആണോ അല്ലേ? അതിൻ്റെ 9 മാസം മുന്നേ കുട്ടി ഉണ്ടായിക്കണോ ഇല്ലേ? ആദ്യം ഉണ്ടായത് അതാ കുട്ടി, പിന്നെ ഉണ്ടായത് രക്ഷിതാവ്. അപ്പോൾ വയസ്സിന് മൂപ്പ് കുട്ടിക്ക്. ആരാ ബഹുമാനിക്കണം? രക്ഷിതാവ് അല്ലേ? അച്ഛനാവണതും അമ്മയാവണതും കുട്ടി പ്രസവിക്കുമ്പോഴാ. അതിൻ്റെ 9 മാസം മുന്നേ ആരുണ്ട്? കുട്ടിയുണ്ട്. മൂപ്പ് കൂടുതൽ കുട്ടിക്കാ. അതുകൊണ്ടാണ് കുട്ടിയുടെ നിലവാരത്തിലേക്ക് ഉയരണം എന്ന് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കാം. ഒരു ദിവസം 2 ദിവസം എന്ന് പറഞ്ഞാലും എഫക്റ്റീവ് പാരൻറ്റിങ് കംപ്ലീറ്റ് ആവില്ല. നിങ്ങളടുത്ത് ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നീന്ന്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഈ എഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഒരു സെഷൻ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് തരും. അത് കുറച്ചും കൂടി കിട്ടും. ഇവിടെ എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് പോകണമെന്നുണ്ടാവും, ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നമുക്ക് കുറഞ്ഞ സമയത്തിൽ ഇത് ഫുള്ള് തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ നമ്പർ വെച്ച് നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ചോദിക്കുക, എന്തൊക്കെ സംശയങ്ങളുണ്ടാവും. കുറേ ആൾക്കാർക്ക് ഉണ്ടാവും, കുട്ടിക്ക് ദേഷ്യമാണ്, എങ്ങനെ മാറ്റും, ശ്രദ്ധ കുറവ്. നമ്മളൊക്കെ പഠിച്ച ക്ലാസ്സിൽ നമുക്ക് ശേഷം വരുന്ന ആൾക്കാർ ബെഞ്ചും ഡെസ്കും കണ്ടാൽ മനസ്സിലാവും നമ്മളവിടെ പഠിച്ചിരുന്നു എന്ന്. എന്തുകൊണ്ടാ? പേര് എഴുതിയിട്ടുണ്ടോ? ആ പേര് കണ്ടാൽ മനസ്സിലാവും. 3ാമത്തെ വരി അഥവാ അവസാനത്തെ വരിയിലെ ആ കവി പാടിയത് എങ്ങനെയാണ്? ഇനിയും ഉണ്ടാകും ഞാനെന്നറിയിക്കുവാൻ അടയിരുന്നതിന്റെ ചൂട് മതിയെന്ന്. ഈ അടയിരുന്നതിന്റെ ചൂടിനെ അയാൾ വിശേഷിപ്പിച്ചത് അർത്ഥവത്തായ ബാക്കിയാക്കൽ എന്ന, അഥവാ മീനിങ് എക്സിസ്റ്റൻസ് എന്ന. ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റും, പക്ഷെ അർത്ഥവത്തായ ജീവിച്ചിരിക്കൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാന്ന് പറയോ? നമ്മൾ മരിച്ചാലും ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കും. ആരിലൂടെ? ഈ അടയിരുന്നതിൻ്റെ ചൂടിനൊന്ന് കണക്ട് ചെയ്ത് പറയും. ആരിലൂടെ? മക്കളിലൂടെ ജീവിച്ചിരിക്കും. അതെങ്ങനെ? എഫക്റ്റീവായിട്ടുള്ള സാധനം നമ്മളെടുത്തുനിന്ന് കിട്ടണം. വിദ്യാഭ്യാസം നമ്മളെടുത്തുനിന്ന് കിട്ടണം എന്നില്ല. അതിന് നമ്മൾ സ്കൂളിലും മദ്രസിലും പല സ്ഥലത്തും പങ്കെടുപ്പിക്കുന്നുണ്ട് കുട്ടീനെ. കുട്ടിക്ക് ഇതല്ലാതെ കിട്ടേണ്ട കുറേ സാധനങ്ങളുണ്ട്. അതിന് നമ്മൾ റോൾ മോഡലാവണം. അത് എവിടെ തുടങ്ങണം? പാരൻറ്റിങ്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ കുട്ടി ഉണ്ടാകുമ്പോൾ മുതൽ ഈ മാതാവും പിതാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മുതൽ അങ്ങോട്ട് കുട്ടീൻ്റെ ബാക്കിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കുട്ടീൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തതിൻ്റെ പേരിലല്ല കുട്ടി ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ട്. ആണോ? ഇതൊന്നും എല്ലാത്തിനും കുട്ടി ഫോൺ എടുത്ത് ആപ്ലിക്കേഷൻ എടുക്കണില്ലേ? നിങ്ങൾ തന്നെ അന്തം വിട്ടിട്ടില്ല. ഇത് എവിടുന്ന് കിട്ടിയെന്ന്? ഇന്നേറ്റാ. ആ കുട്ടി ഉള്ളിലുള്ള സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, അതവിടെ കിട്ടും. അതുകൊണ്ടാണ് ഗർഭിണികളോട് പറയണത്, നല്ലത് മാത്രമേ പറയാവൂ, നല്ലത് മാത്രമേ കേൾക്കാവൂ. ഓഡിറ്ററി പവർ കൂടുതലാണ്. ഒരു കഥ പറയലുണ്ട്. 3 ആൾക്കാർ സംസാരിച്ചിരിക്കുക, 3 ഫ്രണ്ട്സ്. അതിൽ 1ാമത്തെ ആൾ പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഞാൻ APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ് വായിക്കാൻ കൊടുത്തത്. ഭാര്യ പ്രസവിച്ചു, എൻ്റെ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണ്, APJൻ്റെ അതേപോലെ തന്നെയാണ്. 2ാമത്തെ ആൾ പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഞാൻ റൈറ്റ് ബ്രദേഴ്സിൻ്റെ ബുക്കാണ് വായിക്കാൻ കൊടുത്തത്. ഭാര്യ പ്രസവിച്ചപ്പോൾ ഇരട്ട കുട്ടികളാണ്, അവർ റൈറ്റ് ബ്രദേഴ്സിൻ്റെ പോലെ തന്നെ ഭയങ്കര സംഭവമാണ്. ഇതിൽ 3ാമത്തെ ആളാണ് കരയാൻ തുടങ്ങി. അപ്പോൾ മറ്റൊരു ചോദിച്ചു, എന്തിനാ കരയണ്? എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഈ ഭാര്യ ഗർഭിണിയാണ്, എന്തിനാ ഈ കരയണ്? അതല്ല, ഞാൻ ഓൾക്ക് വായിക്കാൻ കൊടുത്ത പുസ്തകേ ആലിബാബയും 40 കള്ളന്മാരും എന്നുള്ളതാണ്. ഇതാണ് പ്രശ്നം. പേടി കൂടി. അപ്പോൾ നമ്മൾ എവിടെ കൊടുക്കണോ എന്നുള്ളത് അവിടെ മുതൽ തുടങ്ങണം. ഒരു കുട്ടി അവിടെ ഇരുന്ന് കളിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തോ എൻ്റെ അനിയൻ്റെ അടുത്തോ അനിയത്തിൻ്റെ അടുത്തോ ഭാര്യൻ്റെ അടുത്തോ സംസാരിക്കണത് നമ്മൾ വിചാരിക്കും കുട്ടി അവിടെ കളിക്കുകയാണ്. പക്ഷെ 7 വയസ്സ് വരെ കംപ്ലീറ്റ് ഓഡിറ്ററിയാണ്. നമ്മൾ പറയലില്ല, കുട്ടി സംസാരം തുടങ്ങുമ്പോൾ വർത്തമാനം തുടങ്ങിയിട്ടുള്ളൂ, പക്ഷെ വലിയ ആൾക്കാരെ വർത്തമാനം പറയണതെന്ന്. കുട്ടി കേൾക്കണത് ആരെ വർത്തമാനം? വലിയ ആൾക്കാരിതാണ്.
ഓഡിറ്ററിയാ. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നിങ്ങളും കൂടി ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളെ കുട്ടികൾ പറയാം. എന്തുകൊണ്ടറിയോ? അത് അവിടെ പറയാനുള്ളതാണോ എന്ന് കുട്ടിക്ക് അറിയില്ല. പക്ഷെ പറഞ്ഞത് കുട്ടി കേട്ടിക്കണ്. അത് പല സ്ഥലത്തും പറയും. ചിലപ്പോൾ ചില സാധനങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ എതിർക്കാൻ നോക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും കുട്ടികൾ. എന്തുകൊണ്ടറിയോ? നമുക്കത് പറ്റണില്ല എന്ന് കുട്ടിക്ക് മനസ്സിലായതുകൊണ്ടാണ്. ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുട്ടികളുടെ ഉള്ളിലും നമ്മളെ ഉള്ളിലും ഞാൻ പറഞ്ഞു, റോൾ മോഡൽ തന്നെയാണ് നമ്മൾ. മക്കൾക്കുള്ള റോൾ മോഡലാണ്. നമ്മൾ തീരുമാനിക്കണം. നമ്മളെ പോലെ ആവാൻ വേണ്ടി പറയണം. നമ്മൾ കാണിച്ചു കൊടുക്കണം. പറയണേനേക്കാളും കൂടുതൽ കാണിച്ചു കൊടുക്കല. ഒറ്റ ആക്റ്റീവ് ചെയ്യുക. എല്ലാവരും വലത്തെ കൈ നോക്കി പിടിച്ചേ. വലത്തെ കൈ ചൂണ്ടുവിരൽ മാത്രം നിർത്തി പിടിച്ചോ. ചൂണ്ടുവിരൽ ഞാൻ പറയണ പോലെ തന്നെ ചെയ്യണേ. മാക്സിമം സ്പീഡിൽ ഈ വിരലിങ്ങനെ കറക്കിക്കോ. സ്റ്റോപ്പ്. ഓപ്പോസിറ്റ്. സ്റ്റോപ്പ്. വീണ്ടും വലത്തോട്ട്. സ്റ്റോപ്പ്. ഈ ചൂണ്ടുവിരൽ വേഗം ഉണ്ട് ഈ താടിയിൽ വെച്ച പെട്ടെന്ന്. ഇതാണ് നിങ്ങളൊക്കെ താടിയിലാ. നിങ്ങളുടെ താത്തിക്കോളി. അതെ, കുറച്ചാൾക്കാർ ഇവിടെ വെച്ചിരിക്കുന്നു. സമാധാനം ഉണ്ട് എനിക്ക്. ഈ കവിളിൽ വെച്ചവരോട് എന്തിനാ ഇവിടെ വെച്ചെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ. എന്താ? ഞാൻ ഇവിടെ വെച്ച്. പക്ഷെ തുടങ്ങുമ്പോൾ ഞാൻ എന്താ പറഞ്ഞറിയോ? ഞാൻ പറയണ പോലെ ചെയ്യാന്നാ. ഞാൻ ചെയ്യണ പോലെ ചെയ്യാനല്ല. അർത്ഥല്ലേ? ഇതാണ് സംഭവം. നമ്മൾ കുറേ ഉപദേശിക്കും, നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യും. കുട്ടികൾ ചെയ്യൽ നമ്മൾ പറഞ്ഞതല്ല, നമ്മൾ ചെയ്യണതാണ് ചെയ്യുക. റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അതാ. നേരത്തെ റഫ്ലത്ത് മാം പറഞ്ഞ ആ ക്യാപ്ഷൻ തന്നെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഞാൻ മൈക്ക് അജീവത്തിന് കൈമാറുകയാണ്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടും. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ നട്ട തെങ്ങിൻ്റെ തൈ ചിലപ്പം ചെരിഞ്ഞു പോയിട്ട് തേങ്ങ അയൽവാസിൻ്റെ മുറ്റത്താണ് വിടുക അല്ലേ? ആ തെങ്ങിനെ 2 അടി അടിച്ചിട്ട് ഞാനാണ് വെച്ചത്, തേങ്ങ ഇവിടെ വിടണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതേപോലെയാണ് കുട്ടികൾ. നമ്മൾ പ്രസവിച്ചോണ്ടോ നമ്മളെ കുട്ടി ആയതുകൊണ്ടോ ഫലം നമുക്ക് കിട്ടണമെന്നില്ല. ആ കുട്ടിക്ക് കിട്ടേണ്ട വെള്ളം, വായു, വളം, വെയിൽ കംപ്ലീറ്റ് എൻ്റെ മുറ്റത്തുനിന്ന് കിട്ടിയാലേ തെങ്ങ് നേരെ പോയി തേങ്ങ ഇവിടെ വിടുള്ളൂ. അപ്പോൾ ഇൻ്റെ നിന്ന് കിട്ടിയ ഫലം എനിക്ക് കിട്ടും. അയൽവാസിയും അങ്ങാടിയിലുള്ള നാട്ടുകാരും കൊടുത്തുന്നുണ്ടെങ്കിൽ ഫലം നാട്ടുകാർക്ക് കിട്ടും. അപ്പോൾ 10 കൊല്ലം 20 കൊല്ലം വളർത്തിയത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അന്തം വിട്ടത് കാര്യമില്ല. കോയി ഫായിദാനായി. അപ്പോൾ ഓക്കെ, ബി പോസിറ്റീവ്, ബി ബെറ്റർ, ഓൾ ദി ബെസ്റ്റ്.